ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു ഗിയർ വയർ വെച്ചിട്ടുള്ള ഒരു ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള അടിപൊളി ഹെയർ ബ്രൂച്ചാണ് ഉണ്ടാക്കാൻ പോണേ കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു വലിപ്പത്തിലുള്ള ബീഡ്സും പിന്നെ കുറച്ച് ഫോം ഫ്ലവേഴ്സാണ് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം. ഈ ഒരു ഗിയർ വയർ ഒരെണ്ണം എടുത്തതിന് ശേഷം അറ്റ രണ്ടും ചേർത്ത് വെച്ചിട്ട് നമ്മൾ സെൻറ്റർ ഭാഗത്ത് തന്നെ നല്ല ടൈറ്റായിട്ട് പിടിച്ചിട്ട് സെൻറ്റർ ഭാഗത്ത് തന്നെ മടക്കി കൊടുക്കുക. മടക്കിയതിന് ശേഷം ആ ഒരു ഭാഗത്താണ് നമ്മൾ ഹെയറിൽ ഫിക്സ് ചെയ്യാനുള്ള ആ ഒരു ഹോളിട്ട് കൊടുക്കുക. ഇങ്ങനെ ഇച്ചിരി വലുപ്പമുള്ള ഹോളിട്ട് കൊടുക്കുക കേട്ടോ. അതായത് ഇതേപോലെ ചുറ്റിയെടുക്കുക. അതിന് ശേഷം നമുക്ക് ബീഡ്സ് കോർത്ത് കൊടുക്കാം. ആദ്യം രണ്ടറ്റത്തൂടെയും ബീഡ്സ് കോർക്കണം കേട്ടോ. ഒരറ്റത്ത് മാത്രമല്ല, രണ്ടറ്റത്തെ കൂടെ നമ്മൾ ബീഡ്സ് കോർക്കുകയാണ്. രണ്ട് ബീഡ്സ് കോർത്ത് കൊടുക്കുക. രണ്ടറ്റത്തു നിന്നും ഓരോ ബീഡ്സ് വീതം. അതിന് ശേഷം നല്ല ടൈറ്റായിട്ട് പിടിച്ചിട്ട് ഇതേപോലെ ചുറ്റി കൊടുക്കുക കേട്ടോ. ഒരു 3 ചുറ്റൊക്കെ ചുറ്റിയാൽ മതി. ഒരുപാട് നീളത്തിൽ ചുറ്റിയിട്ടുണ്ടെങ്കിൽ ബ്രൂച്ചിൻ്റെ ലെങ്ത് കൂടിപ്പോവും. അപ്പം അടുത്തായിട്ട് നമുക്ക് 2 ബീഡ്സ് വീതം കോർത്ത് കൊടുക്കണം. രണ്ട് സൈഡിലും 2 എണ്ണം വീതം. അങ്ങനെ 4 ബീഡ്സാണ് കോർത്ത് കൊടുക്കേണ്ടത്. ബീഡ്സ് കോർത്ത് കൊണ്ടുവന്നതിന് ശേഷം ഇതേപോലെ നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ നല്ല ടൈറ്റായിട്ട് പിടിക്കുക. ഒരു 2-3 ചുറ്റ്, അതിൽ കൂടുതലൊന്നും ആവശ്യമില്ല. ഇതേപോലെ ചുറ്റി കൊടുക്കുക. വീണ്ടും നമ്മൾ ഇതേപോലെ 4 ബീഡ്സ് തന്നെ വെച്ചിട്ട് കോർത്ത് പോവുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പം ഈ ഒരു ഗിയർ വയറാണെങ്കിൽ നമുക്ക് മിക്ക ഷോപ്പിലും മേടിക്കാൻ വേണ്ടിയിട്ട് കിട്ടും കേട്ടോ. ഈ ക്രാഫ്റ്റ് ഷോപ്പിലൊക്കെ മേടിക്കാൻ കിട്ടും. അപ്പോൾ 4mm 3mm ഒക്കെ ഗിയർ വയർ കിട്ടുന്നില്ല എന്നുള്ളവർ, മെറ്റീരിയൽസ് കിട്ടാത്തതുകൊണ്ട് ചെയ്യാതിരിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ചെയ്ത് തുടങ്ങാൻ പറ്റും കേട്ടോ. അപ്പം ഫ്ലവർ ബീഡ്സും ഗിയർ വയറും ഒന്നും കിട്ടാത്തവരുണ്ടെങ്കിൽ ഇതേപോലത്തെ ഗിയർ വയർ മേടിച്ചാൽ മതി. ഇതേപോലത്തെ ഒന്നിന് 1 രൂപ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പൈസ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് മേടിക്കാം. ഇതിൻ്റെ സിൽവർ കളറും മേടിക്കാൻ വേണ്ടിയിട്ട് കിട്ടും. ഇതുപോലെ എണ്ണയാണ് അവർ തരിക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പൈസയ്ക്ക് അനുസരിച്ച് മേടിക്കുക. മേടിച്ചതിന് ശേഷം ഫ്ലവർ ബീഡ്സ് ഒന്നും കിട്ടുന്നില്ല എന്ന് ഓർത്ത് ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇതേപോലത്തെ ഫോം ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. പല കളറിലുള്ള ഫ്ലവേഴ്സ് കിട്ടുമല്ലോ, എല്ലാവർക്കും അറിയായിരിക്കും. അപ്പം അത് മേടിച്ചിട്ട് ചെയ്യുക. ഇവിടെ ഒരു ബഡ്ജ് ഈ ഒരു ഫ്ലവേഴ്സിന് വരുന്നത് 25 രൂപ 20 രൂപയൊക്കെയാണ് കേട്ടോ. പല ഷോപ്പിലും പല റേറ്റാണ്. എന്നാലും ഒരു 30-35 രൂപയ്ക്കകത്ത് നമുക്ക് ഈ ഒരു ഫ്ലവേഴ്സ് മേടിക്കാൻ വേണ്ടിയിട്ട് കിട്ടും. അപ്പം ഒന്നിൽ 10 എണ്ണമാണ് ഉണ്ടാവുക കേട്ടോ. അപ്പം നമുക്ക് ഇതേപോലത്തെ ഒരെണ്ണം മേടിച്ച് കുറച്ച് ബീഡ്സൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഇതേപോലെ ബീഡ്സൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു 80-90 രൂപയ്ക്കൊക്കെ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഗിയർ വെയർ ഒന്നും കിട്ടാത്തതുകൊണ്ട് മെറ്റീരിയൽസ് ഇതേപോലെ ബീഡ്സൊന്നും കിട്ടാത്തവരുണ്ടെങ്കിൽ ഇതേപോലെ മേടിച്ച് നിങ്ങൾക്ക് ചെയ്ത് തുടങ്ങാവുന്നതാണ് കേട്ടോ. ഇതൊരു ബിസിനസ്സായിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്ത് തുടങ്ങാം. ചെയ്ത് ക്ലിക്കായിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ നല്ലൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ എഡ്ജിലോട്ട് വരുമ്പോഴത്തേനും ആദ്യം ചെയ്തതുപോലെ തന്നെ 2 ബീഡ്സ് മാത്രം കോർത്ത് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം ചുറ്റിയെടുത്തിട്ട് ലെങ്ത് കുറവുള്ള ഈ ഒരു അറ്റം കട്ട് ചെയ്ത് കളയുക. അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ആ ഒരു അറ്റം മടക്കി ഇതേപോലെ ഹോള് ഇട്ടതിന് ശേഷം അറ്റം ഇങ്ങനെ ഒന്ന് ചുറ്റി നല്ല രീതിക്ക് ഒന്ന് സെക്യൂർ ചെയ്ത് വെക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. ഒരുപാട് ചുറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബാക്കി നമുക്ക് ഇതേപോലെ കട്ട് ചെയ്ത് കളഞ്ഞ് അറ്റം നല്ല ചേർത്ത് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മാത്രം മതി. അപ്പം നമ്മൾ ഹെയർ ബ്രൂച്ചിൻ്റെ 3/4 ഭാഗവും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതേപോലെയാണ് ഇരിക്കുക കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ബിഗിനേഴ്സിനൊക്കെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിന് ശേഷം നമ്മൾ ഈ ഒരു ഫ്ലവർ എടുത്തിട്ട് ഇതേപോലെ നമ്മൾ ഇടയ്ക്ക് ചുറ്റി ആ ഒരു ഗ്യാപ്പുള്ള ഭാഗത്ത് ഇതേപോലെ ടൈറ്റ് ചെയ്ത് ചുറ്റി കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പം നല്ല എളുപ്പമാണ് ചെയ്യാനായിട്ട്. മെറ്റീരിയൽസൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവർ ഈ ഒരു രീതിക്കൊക്കെ മേടിച്ചിട്ട് നിങ്ങൾ ചെയ്ത് തുടങ്ങുക. പിന്നെ ആമസോണിലൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് കിട്ടും കേട്ടോ. ഗിയർ വയറൊക്കെ മേടിക്കാൻ താല്പര്യമുള്ളവർ ഓൺലൈനായിട്ട് മേടിക്കുക. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല റേറ്റാണ്. പക്ഷേ കിട്ടാനില്ലാത്തതുകൊണ്ടും ഒക്കെ നമുക്ക് ഓൺലൈനായിട്ട് താല്പര്യമുള്ളവർക്ക് മേടിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ മേടിച്ചിട്ട് നിങ്ങൾ ചെയ്ത് തുടങ്ങുക. വെറുതെ സമയം കളയാണ്ട് വീട്ടിൽ ഇരുന്ന് നമുക്ക് വീട്ടുജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കിട്ടുന്ന ഒരു സമയത്ത് ഇതേപോലെയൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ തുക നമുക്ക് തന്നെ സമ്പാദിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പം ഈ ഒരു ഫ്ലവേഴ്സൊക്കെ ഈ ഗ്യാപ്പുള്ള ഭാഗത്തെല്ലാം ഇതേപോലെ ചുറ്റി കൊടുക്കുന്നുണ്ട്. ഫ്ലവേഴ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ മേടിക്കാം കേട്ടോ. മിക്സറായിട്ടുള്ള കളറുകൾ ചേർത്ത് വെച്ചിട്ടൊക്കെ നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ്. പിന്നെ കുട്ടികൾക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ അവരുടെ ഡ്രസ്സിന് മാച്ച് ചെയ്തിട്ടുള്ള കളേഴ്സൊക്കെ ചേർത്ത് വെച്ചിട്ടൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ.
അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. അപ്പം എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ ഇതേപോലെ കിഡ്സിന് വേണ്ടിയിട്ടുള്ള ബീഡ്സ് വെച്ചിട്ടുള്ള ഹെഡ് ബാൻഡും ഹെയർ ബ്രൂച്ചൊക്കെ ഞാൻ കുറേ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ കയറി നോക്കുക. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഹെയർ ബ്രൂച്ച് റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.